ഒരു വട്ടം കൂടിയെന്ന് ഓർമ്മ, ഒരു വട്ടം കൂടിയെന്ന് ഓർമ്മ. സരസ്മേളയെ പറ്റി ഇപ്പോൾ കേരളത്തിൽ അറിയത്തില്ലാത്ത ആൾക്കാരില്ല എന്ന് പറയാം. കാരണം പല കുടുംബശ്രീയുടെ പല പ്രോഗ്രാമുകൾ കൊച്ചിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കുടുംബശ്രീയുടെ പ്രോഗ്രാം നടത്തിയ ഏറ്റവും വലിയ എത്രയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇത്രയും വലിയൊരു 10-12 ദിവസമായിട്ട് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനുള്ള ബഹുമാനപ്പെട്ട ചെന്നൈക്കാർ സ്വന്തം മന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറിന് സ്പെഷ്യൽ താങ്ക്സ്. സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാനായിട്ട് ഞാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് കിട്ടിയിരിക്കുന്ന എല്ലാവരും. അത് ചെന്നൈയിൽ പല സ്ഥലങ്ങളിൽ പ്രോഗ്രാം കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവരും ആരാധനയില്ലാത്തവർ കേരളം ഭയങ്കര ഒച്ചയിരിക്കുന്നത്. ഒത്തിരി മേള ആളുകളെ നടത്തുന്നത് പല സ്ഥലത്ത് പല പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്. ഒരു 2 മണിക്കൂർ നേരം നിങ്ങൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് വേണ്ടത് എന്താ, ഒരു മുതൽ മുടക്കം ഇല്ലാത്ത ഒരു വിസിലടി, ഒരു കൈവി, ഒരു കൈവിശി മതി. ഞാൻ മാത്രം കാര്യമില്ല, മതി മതി സ്വന്തം കേട്ടാ എന്ത് കൈ വിസിലെടുത്തത് ആരടിച്ചത്. പിന്നെ ഹലോ നമസ്കാരം എണീറ്റുന്ന കൈ വിശിക്കാനൊക്കെ പ്രത്യേക സ്നേഹം. അപ്പോൾ ആ ചേട്ടനെ ഇരിക്കട്ടെ എൻ്റെ ആദ്യത്തെ പാട് ആ എണീറ്റുന്ന ഷോട്ട് ഒരു ഫ്ലൈറ്റ് സ്കൂൾ ഇനി ഞാൻ വന്ന് വേണമെങ്കിൽ ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ എല്ലാം വലിയ ആൾക്കാരാണ് എനിക്കറിയാം. ഒരാളുടെ പേര് എടുക്കുന്നത് മറ്റൊരാളെ ഞാൻ ക്ഷണിക്കുന്നില്ല. നമുക്ക് വരുന്ന ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ നമ്മൾ പുറകിരിക്കുന്ന ആൾ നമ്മളെ സംബന്ധിച്ച് ആസ്വാദകരാണ്. ഞങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് എത്ര വർഷമായി 16 വയസ്സായിട്ട് നിങ്ങളെ കാണുന്നതാണ്. ഇപ്പം എത്ര വയസ്സെന്ന് പറയുന്ന കാര്യം അറിയാമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നെക്കാളും ചെറിയോ. പക്ഷേ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന എന്താ നിങ്ങളുടെ ആ ഒരു സ്നേഹവും എന്താ പറയുക അതൊക്കെ കൊണ്ട് മാത്രമാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അതിന് നിർത്താൻ തീരാത്ത നന്ദിയുണ്ട്. കൂടുതൽ സംസാരിക്കാൻ എനിക്കൊരു കുഴപ്പമുണ്ട്. ഒത്തിരി സംസാരിച്ചാൽ കുറച്ച് പാടിയാൽ മതിയോ അതോ കുറച്ച് പാടിയിട്ട് ഒത്തിരി സംസാരിച്ചാൽ മതിയോ? പോയോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയണം. എന്നാലും ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ പൂർണ്ണമായ പരിപാടിയാണ്. ഒറ്റക്കെട്ടായിട്ട് വർത്താനം പറഞ്ഞ് പാട്ട് പാടി ഡാൻസ് ചെയ്ത് മാക്സിമം സന്തോഷിച്ച് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ തുടങ്ങുകയല്ലേ 200 സ്റ്റാളുകളാണ് ഞാൻ കേട്ട് കുടുംബശ്രീ ചേച്ചിമാരെ കേട്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ അവാർഡിന് എത്ര അനുമോദിച്ചാലും മതിയാവത്തില്ല. 90 സ്റ്റാളുകൾ മാത്രം പുറത്തുനിന്ന് വന്നുകൊണ്ട് ബാക്കി ചെങ്ങന്നൂരിലും ഓൾ കേരള ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. അവർക്കെല്ലാം ഒരു സ്പെഷ്യൽ അനുമോദനങ്ങൾ. വീണ്ടും കുടുംബശ്രീയുടെ പരിപാടികൾ ഗംഭീരമാവട്ടെ. വരും ദിവസങ്ങളിൽ അടിച്ചു കൊടുക്കട്ടെ. ഒരുപാട് വർഷങ്ങൾ ഇനി അവരുടെ വർഷങ്ങൾ വേറെ ഒരാളെ കൈകൾ പിടിച്ചിട്ട് മോതിരട്ട് അടിക്കുന്നത് എന്നോട് പറയുന്നത്. ശരി, എല്ലാ മനുഷ്യനും പ്രണയമില്ലാത്ത ഒരു മനുഷ്യനുണ്ടോ? ഒരാളെ പോലും ഒരാൾക്ക് പ്രണയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ഏത് തിരക്കുള്ള ആളാണെങ്കിൽ ഏത് മന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം അത് ഇല്ലാതെ പറയാൻ പറ്റില്ല. അതാണ് മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ്. 16-കാരനാക്കുന്നതും ഈ സ്നേഹം തന്നെ. അല്ലാണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്താൽ ചെറുപ്പമാവുന്നില്ല. പ്രണയം നമ്മളെ ഇങ്ങനെ ചെറുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് അയാളോട് നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ ആഗ്രഹം? ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിരിക്കാം. ചിലപ്പോൾ 10, 25, 50, 60 വർഷം ജീവിച്ചിട്ടും അടുത്ത ജന്മത്തിൽ നീ തന്നെ മതി എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരു ചേട്ടൻ തലകുട്ടി നിറഞ്ഞിരിക്കുന്നു. എന്താ കേട്ടോ അത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? മനസ്സിലായി മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ സ്വന്തപ്പെട്ട എങ്ങോട്ട് പോകാൻ ആഗ്രഹം പറ. കേരളത്തിലാണെങ്കിൽ എവിടെ പോകണം? എല്ലാം വലിയ മതിയോ? I love you, Chengalur. I love you. Oh.
അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കറക്റ്റ് മറുപടിയുണ്ട്. കാരണം വാർത്തകൾ ഈ ലോകം കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് മായമില്ല, പക്ഷെ മറക്കൂല. ഇപ്പൊ എല്ലാ മന്ത്രിമാരും ചിലപ്പോൾ നമുക്ക് പേരറിയത്തില്ലെങ്കിലും മന്ത്രി സജി ചെറിയാൻ എന്നറിയില്ല ഒരു കൊച്ചുകുട്ടി പോലും കേരളത്തിലുണ്ടാവില്ല. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ ഇതൊരു പ്രോഗ്രാം പെട്ടെന്ന് എനിക്കിങ്ങനെ പതറിപ്പോയി. എനിക്ക് എല്ലാവരും കണ്ടപ്പോൾ ഏത് വിഭാഗം ഏത് വകുപ്പെന്നൊന്നും എനിക്ക് പെട്ടെന്ന് വരില്ല. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അതെനിക്കറിയാം. എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ഇനി ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം. അത് നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്നാണ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ കേട്ടോന്ന് അറിയില്ല. ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെങ്ങന്നൂർ മാത്രമല്ല സമയം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഒരുപാട് ടോണി ഇവിടെ പാട്ട് അവരുടെ ചിരി ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ ചെങ്ങന്നൂരിനോട് ഒരു നല്ല ചിരി ചിരിച്ച നല്ല ഒരു പടം അങ്ങോട്ട് ആഘോഷിക്കും. ഒരു നല്ല ചിരി അതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, എന്തെങ്കിലും വർത്താനം അറിയാമെന്ന് വരും. വർത്താനം പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സമിതി പറഞ്ഞ സന്തോഷം. ഞാൻ ഇനി 2.5 മണിക്കൂർ ചിരിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു സർ, താങ്ക് യു. ഈ സാരിക്ക് നല്ല മാറ്റം ഇങ്ങനെയൊന്നും പാടാറില്ലേ? താങ്ക് യു, താങ്ക് യു. എന്നാലും ഇത്ര നല്ല ചിരിയെപ്പറ്റി പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒരാൾക്ക് ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്ന വലിയ സൗകര്യം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് പറയുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം. എനിക്ക് പെട്ടെന്ന് സാറിന് ഒരു പാട്ട്, ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പഠിക്കാനുള്ള മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ Thank you.